എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണി സിലബസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, റാഷണലൈസേഷൻ്റെ ഭാഗമായി ഏതെല്ലാം പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്, ഈ പഠിക്കുന്നത് എങ്ങനെ ലളിതമായി പഠിക്കാം, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഇതാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ +1 ബോട്ടണിയിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും സ്കോർ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നു. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 3 മാർക്ക്, പ്ലാന്റ് കിങ്ഡം 3 മാർക്ക്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് 5 മാർക്ക്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് 4 മാർക്ക്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് 4 മാർക്ക്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ 4 മാർക്ക്, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് 6 മാർക്ക്, റെസ്പിറേഷൻ പ്ലാന്റ്സ് 6 മാർക്ക്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 4 മാർക്ക്. അങ്ങനെ ആകെ 39 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതിലാദ്യം ക്രൈറ്റീരിയ ഫോർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫ്രെയിം ചെയ്തത് RH വിറ്റാക്കറാണ്. 5 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് അവിടെ പരിഗണിച്ചത്. താലസ് ഓർഗനൈസേഷൻ, സെൽ സ്ട്രക്ചർ, റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, ആർക്കിബാക്ടീരിയ ലിവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. ഇത്തരം ബാക്ടീരിയയുടെ പ്രത്യേകതയാണിത്. 3 ടൈപ്പാണ്. ഹാലോഫൈൽസ് സോൾട്ടി ഏരിയയിലാണ് കാണുന്നത്, തെർമോ അസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സിലാണ്, മെഥനോജൻസ് മാർഷി ഏരിയയിലും റൂമിനേറ്റ് അനിമൽസിന്റെ ഗട്ടിലും കാണുന്നു എന്നുള്ളതാണ്. ബയോഗ്യാസ് പ്രൊഡക്ഷനുമായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ബാക്ടീരിയകൾ. നെക്സ്റ്റ്, നോസ്റ്റോക്കിന്റെ ഒരു ഫിലമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിലൊരു സ്പെഷ്യൽ സെല്ലാണ്, ഹെട്രോസിസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം. നെക്സ്റ്റ്, ഹെട്രോട്രോഫിക് ബാക്ടീരിയ. ഇതിന് എക്സാമ്പിളായിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിൽക്ക് ടു കർഡ് കൺവേർഷൻ, റൈസോബിയം ഇൻ റൂട്ട് നോഡ്യൂൾ ഓഫ് ലെഗും, ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ. ഇത്തരം കാര്യങ്ങളിൽ വരുന്ന ബാക്ടീരിയകൾ ഹെട്രോട്രോഫിക് ബാക്ടീരിയകളാണ്. നെക്സ്റ്റ്, മൈക്കോപ്ലാസ്മ. ഇത്തരം ഓർഗാനിസത്തിന്റെ പ്രത്യേകത സ്മോളസ്റ്റ് ലിവിംഗ് സെൽ എന്നറിയപ്പെടും, ലാക്ക് സെൽ വാൾ, ലിവ് വിത്തൌട്ട് ഓക്സിജൻ. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ബാക്ടീരിയ പ്ലാന്റ്സിനുണ്ടാക്കുന്ന രോഗമാണ് കാങ്കർ ഡിസീസ്. മറ്റു പല രോഗങ്ങളും എനിമൽസിൽ പഠിച്ചിട്ടുള്ളതാണ്. ലെപ്രസിയും ന്യൂമോണിയയും അതുപോലെ ടൈഫോയിഡും എല്ലാം ബാക്ടീരിയൽ ഡിസീസുകൾ തന്നെയാണ്. നെക്സ്റ്റ്, ഡയറ്റമേഷ്യസ് എർത്ത്. അക്യുമുലേഷൻ ഓഫ് ഡയറ്റം സെൽസ് ആഫ്റ്റർ ഡെത്ത്. വൈറ്റ് പൗഡറി സബ്സ്റ്റൻസ്. ഡയറ്റം സെൽസ് ഓഷ്യൻ ഫ്ലോറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരു പൗഡറി പദാർത്ഥമായിട്ട് മാറുകയാണ്. അത് പോളിഷ് ചെയ്യാനും ഓയിലും സിറപ്പും ഫിൽട്ടർ ചെയ്യാനും ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ്, യുഗ്ലിന. 2 ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. യുഗ്ലിനിൽ 2 തരത്തിലുള്ള ന്യൂട്രീഷനാണ് പ്രത്യേകം പറയുന്നത്. ലൈറ്റിന്റെ പ്രസൻസിൽ ഓട്ടോട്രോഫിക് ടൈപ്പും ലൈറ്റിന്റെ ആബ്സെൻസിൽ പ്രിഡേറ്ററായിട്ടും ആക്ട് ചെയ്യും. അതായത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെട്രോട്രോഫിക് ന്യൂട്രീഷനും കാണിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, റെഡ് ടൈഡ്. ഗോണിയലെക്സ് റെഡ് ഡൈനോഫ്ലാജലൈറ്റ് ആണ് ഈ റെഡ് ടൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പങ്കുവഹിക്കുന്നത്. അത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അക്വാറ്റിക് ഓർഗാനിസം, ഫിഷ് തുടങ്ങിയവയെ കില്ല് ചെയ്യുന്നു. നെക്സ്റ്റ്, ട്രിപ്പാനസോമ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രോട്ടോസോവയാണ്. അതുപോലെ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് സ്ലൈം മൗൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. മലേറിയൽ പാരസൈറ്റ് മറ്റൊരു പ്രോട്ടോസോവയാണ്. അത് ഇൻഫെക്ഷസ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്പോർ ലൈക്ക് സ്റ്റേജ് ആണ് ഇൻഫെക്ഷസ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, സെക്ഷൽ സൈക്കിൾ ഓഫ് ഫംഗൈ. 3 പ്രധാനപ്പെട്ട സ്റ്റേജുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ട്, ഹാപ്ലോയിഡ്, സ്പോർസ്. ഈ 3 സ്റ്റെപ്പുകൾ പ്രത്യേകം നോക്കണം. നെക്സ്റ്റ്, സിംബയോട്ടിക് അസോസിയേഷൻ. ലൈക്കൻ ആൽഗയും ഫംഗസും ചേർന്ന അസോസിയേഷനാണ്. മൈക്കോറൈസ ഫംഗസും റൂട്ടും തമ്മിലുള്ള അസോസിയേഷനാണ്. ഇനി ഇതിൽ ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്താണ്? ആസ്കോമൈസിറ്റസ്, ബെസിഡിയോമൈസിറ്റസ് ഫംഗസുകളിലെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായി 2 ന്യൂക്ലിയസ് ആണ് ഒരു സെല്ലിൽ കാണുന്നത്. ഇതിനെ ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നു.
നെക്സ്റ്റ് ഫംഗൈ ഇംപെർഫെക്റ്റ്. ഡ്യൂട്രോമൈസിറ്റസ് ക്ലാസ്സിൽ പെർഫെക്റ്റ് സ്റ്റേജ് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് അത്തരം വിഭാഗം ഫംഗൈ ഇംപെർഫെക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സീനോസൈറ്റിക് ഹൈഫെ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഹൈഫേനെയാണ് സീനോസൈറ്റിക് ഹൈഫെ എന്ന് പറയുന്നത്. ഫംഗസ് ഉണ്ടാക്കുന്ന ചില രോഗങ്ങൾ സ്മട്ട് ഡിസീസ് അസ്റ്റിലാജോ ഫംഗസ് ആണ്. റസ്റ്റ് ഡിസീസ് പക്സീനിയ എന്ന് പറയുന്ന ഫംഗസ് ആണ്. നെക്സ്റ്റ് വൈറസ്. പ്രധാനമായും വൈറസിനെ വെനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചത് ഇവാനോവ്സ്കിയാണ്. വൈറസ് കൊണ്ടേജിയം വൈവം ഫ്ലൂയിഡം അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചത് ബൈജർണിക്കയാണ്. വൈറസുകളെ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഔട്ടറിൽ പ്രോട്ടീൻ കോട്ട് പ്രസന്റ് ആണെന്ന് തെളിയിച്ചത് WM സ്റ്റാൻലിയാണ്. വൈറസുകളെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതിന് കാരണം എന്ത്? ഇറ്റ് ക്യാൻ ഗ്രോ, മൾട്ടിപ്ലൈ ആൻഡ് കോസസ് ഡിസീസ് ഇൻ ഹോസ്റ്റ്. ഹോസ്റ്റ് സെല്ലിന്റെ റൈബോസോം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൈറസ് സിംറ്റംസ്. പ്ലാന്റ്സിലെ പ്രധാനപ്പെട്ട സിംറ്റംസ് ഏതെല്ലാമാണ്? മൊസൈക് ഡിസീസ്, ലീഫ് കേളിംഗ് ആൻഡ് റോളിംഗ്, ലീഫ് യെല്ലോവിംഗ്, ഡോർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറോയിഡ്, RNA വിത്തൌട്ട് പ്രോട്ടീൻ കോട്ട്, ലോ മോളിക്കുലർ വെയിറ്റ് ഉള്ള RNA ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്മോളർ ദാൻ വൈറസ്. ഇതൊരു ഡിസീസ് ഉണ്ടാക്കും. പൊട്ടാറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്രോട്ടീനഷ്യസ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് പ്രിയോൺ എന്ന് പറയുന്നത്. ഇത് മാഡിക്കൗ ഡിസീസ് അല്ലെങ്കിൽ CR ജേക്കബ് ഡിസീസ് അല്ലെങ്കിൽ ബോവിൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി BSc ഇത്തരം ഡിസീസുമായി ബന്ധപ്പെട്ടതാണ് പ്രിയോൺസ്. നെക്സ്റ്റ് ലൈക്കൻ. സിംബയോട്ടിക് അസോസിയേഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഗാനിസമാണ്. ആൽഗെ ഫൈക്കോബയോണ്ട്, ഫംഗൈ മൈക്കോബയോണ്ട്. 2 പാർട്ട്നേഴ്സ് ബെനിഫിറ്റ് ആവുന്ന അസോസിയേഷനാണ് ഇവിടെയുള്ള സിംബയോട്ടിക് അസോസിയേഷൻ. ലൈക്കൻ ഒരു പൊല്യൂഷൻ ഇൻഡിക്കേറ്ററായി ആക്ട് ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ്. നെക്സ്റ്റ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ 3 ടൈപ്പ് ആൽഗകളെ കുറിച്ചാണ് ആദ്യം പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ഗ്രീൻ ആൽഗെ ക്ലോറോഫൈസേ, അതിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ Iയും Bയും. സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച്. ബ്രൗൺ ആൽഗെ ഫിയോഫൈസേ, പിഗ്മെന്റ്സ് ഫ്യൂക്കോക്സാന്തിൻ, സ്റ്റോർഡ് ഫുഡ് മാൻറ്റോൾ ആൻഡ് ലാമിനാരിൻ. റെഡ് ആൽഗെ റോഡോഫൈസേ എന്നറിയപ്പെടും. ഫൈക്കോ എരിത്രനാണ് പ്രധാനമായും കാണുന്ന പിഗ്മെന്റ്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് സ്റ്റോർഡ് ഫുഡായിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ന്യൂമറിക്കൽ ടാക്സോണമി. എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുകയാണ്. ഡാറ്റ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്നു. അങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന രീതിയാണ് ന്യൂമറിക്കൽ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി സൈറ്റോളജിക്കൽ ക്യാരക്ടേഴ്സിനാണ് മുഖ്യ പ്രാധാന്യം. ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ ഡ്യൂറിംഗ് മിയോസിസ്. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. കീമോ ടാക്സോണമി പ്രധാനമായും കെമിക്കൽ കോൺസ്റ്റുവൻസിന്റെ ബേസിസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് ബ്രയോഫൈറ്റ്സ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നറിയപ്പെടും. മിക്കവാറും മോയിസ്റ്റ്, കൂൾ ആൻഡ് ഷാഡി ലൊക്കാലിറ്റിയിലാണ് ഇത്തരം ബ്രയോഫൈറ്റ്സ് കാണുന്നത്. ഫെർട്ടിലൈസേഷന് വാട്ടർ നിർബന്ധമാണ് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് ജെമ്മെ, മാർക്കൻഷ്യ പോലുള്ള പ്രധാനപ്പെട്ട ബ്രയോഫൈറ്റ്സിൽ കാണുന്ന ഗ്രീൻ മൾട്ടിസെല്ലാർ എസെക്ഷൽ ബഡ്സിനെയാണ് ജെമ്മെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോട്ടോനിമ ആൻഡ് പ്രോതാലസ്. പ്രോട്ടോനിമ ബ്രയോഫൈറ്റ്സിലും പ്രോതാലസ് ടെറിഡോഫൈറ്റ്സിലുമാണ്. ഇത് രണ്ടും ഗാമിറ്റോഫൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ ബ്രയോഫൈറ്റ്സ് സ്പോർ ജെർമിനേറ്റ്സ് ആൻഡ് ഫോം ഗ്രീൻ മൾട്ടിസെല്ലാർ ഫിലമെന്റസ് സ്ട്രക്ചർ. ഇതാണ് പ്രോട്ടോനിമ. ഇൻ ടെറിഡോഫൈറ്റ്സ് സ്പോർ ജെർമിനേറ്റ്സ് ആൻഡ് ഫോം ഗ്രീൻ മൾട്ടിസെല്ലാർ ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ. ഇതാണ് പ്രോതാലസ് എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഹെട്രോസ്പോറി എവല്യൂഷൻ അല്ലെങ്കിൽ ഹെട്രോസ്പോറീസ് കൺസിഡർഡ് ആസ് പ്രീ കർസർ ടു സീഡ് ഹാബിറ്റ് എന്ന് പറയാൻ കാരണം 2 ടൈപ്പ് സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഗാസ്പോർ ആൻഡ് മൈക്രോസ്പോർ. മെഗാസ്പോർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിനെ റെപ്രസെന്റ് ചെയ്യും. മൈക്രോസ്പോർ മെയിൽ ഗാമിറ്റോഫൈറ്റിനെ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നത് മൾട്ടിസെല്ലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൽ വെച്ചാണ്. സൈഗോട്ട് ഡെവലപ്മെന്റ് ഇൻസൈഡ് മൾട്ടിസെല്ലാർ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്ന 2 ടെറിഡോഫൈറ്റ്സ് ആണ്, സാൽവിനിയ, സെലാജിനെല്ല. നെക്സ്റ്റ് സ്പോറോഫൈറ്റ് ആൻഡ് ഗാമിറ്റോഫൈറ്റ്. ഫ്യൂണേറിയയില് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവിടെ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗാമിറ്റോഫൈറ്റ് ഫോർ ഗെറ്റിംഗ് ന്യൂട്രീഷൻ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇവിടെ സ്പോറോഫൈറ്റിന്റെ ഭാഗങ്ങൾ പ്രത്യേകം കാണിച്ചിരിക്കുന്നു. ഫൂട്ട്, സീറ്റ, ക്യാപ്സൂൾ. ക്യാപ്സൂളില് മിയോസിസ് വഴിക്കാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്
ആൽഗെ സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 വിധത്തിലാണ്. സിമിലർ ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ ആണെങ്കിൽ ഐസോഗമി എന്ന് പറയും. ഇവിടെ ഫ്ലജലേറ്റഡ് ഗാമേറ്റ്സ് യുളോത്രിക്സിലും നോൺ ഫ്ലജലേറ്റഡ് ഗാമേറ്റ്സ് സ്പൈറോകൈറയിലുമാണ് പറയുന്നത്. അനൈസോഗമി ഡിസിമിലർ ഗാമേറ്റ്സിന്റെ ഫ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും യുഡോറിന പോലുള്ള ആൽഗകളിലാണ്. നെക്സ്റ്റ് ഊഗമി, ഫ്യൂഷൻ ഓഫ് മോട്ടൈൽ മെയിൽ ഗാമേറ്റ് ആൻഡ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ്. ഇവിടെ എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളത് ഫ്യൂക്കസും ഹ്യൂമണുമാണ്. നെക്സ്റ്റ് ലീഫ് അഡാപ്റ്റേഷൻസ്. പൈനസിൽ പ്രത്യേകമായി നീഡിൽ ലൈക്ക് ലീവ്സും സങ്കൺ സ്റ്റൊമാറ്റയും തിക്ക് ക്യൂട്ടുകളുമാണ് കാണുന്നത്. സൈക്കസിന്റെ ലീഫ് ലെതറി ടെക്സ്ചർ ഉള്ളതാണ്. പിന്നേറ്റ് ലീവ്സ് ആണ് എക്സിസ്റ്റ് ഫോർ മെനി ഇയേഴ്സ് എന്നുള്ളതും അവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. നെക്സ്റ്റ് ബ്രയോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഇതിലാദ്യം പ്ലാന്റ് സക്സഷനിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നുള്ളത്. ഫുഡ് ഫോർ ബേർഡ്സ് ആൻഡ് ഹെർബേഷ്യസ്, മമ്മൽസ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കണം. സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യും. മാറ്റ് പോലുള്ള വെജിറ്റേഷൻ ഫോം ചെയ്യുന്നതുകൊണ്ട്. ഇവിടെ വരുന്നൊരു മെമ്പറാണ് സ്വാഗനം. അത് പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ ഫ്യുവൽ യൂസിലും വരുന്നുണ്ട്. നെക്സ്റ്റ് സിംബയോട്ടിക് അസോസിയേഷൻ. മൈക്കോറൈസ ഫംഗസും പൈനസ് റൂട്ടും തമ്മിലുള്ള അസോസിയേഷനാണ്. കൊറലോയിഡ് റൂട്ട് സൈക്കസും നൈട്രജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയയും തമ്മിലുള്ള ഒരു അസോസിയേഷനാണ്. ഇത്രയുമാണ് ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതിലാദ്യം റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് പെഡങ്കിൾ ഹാസ് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്, തുടർച്ചയായിട്ട് ഗ്രോ ചെയ്യുന്നു എന്നുള്ളത്. ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് എക്രോപിറ്റൽ സക്സഷൻ, ഓൾഡർ ഫ്ലവേഴ്സ് താഴെയും യങ്ങർ ഫ്ലവേഴ്സ് മുകളിലും വരുന്നതാണ്. ക്രോട്ടിലേറിയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് സൈമോസ് ഇൻഫ്ലോറസൻസ് പെഡങ്കിൾ ഹാസ് ഡെഫിനിറ്റ് ഗ്രോത്ത്, ലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ബേസിപിറ്റൽ സക്സഷൻ, ഓൾഡർ ഫ്ലവർ സെന്ററിലും യങ്ങർ ഫ്ലവേഴ്സ് ലാറ്ററൽ സൈഡിലുമാണ്. ജാസ്മിനിലാണ് ഇത് കാണുന്നത്. നെക്സ്റ്റ് ഏസ്റ്റുവേഷൻ, അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ഫ്ലവർ ബഡ് സ്റ്റേജ്. ഇവിടെ 4 ടൈപ്പ് ഏസ്റ്റുവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചിത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി. നെക്സ്റ്റ് പ്ലാസന്റേഷൻ, അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് വിത്തിൻ പ്ലാസന്റ ഓഫ് ഓവറി. ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് ആണ് പ്ലാസന്റേഷൻ. 5 ടൈപ്പ് പ്ലാസന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാർജിനൽ പ്ലാസന്റേഷൻ പി പോലുള്ള പ്ലാന്റ്സിലാണ് ഇത്തരം പ്ലാസന്റേഷൻ കാണുന്നത്. ആക്സൈൽ പ്ലാസന്റേഷൻ പാർട്ടിഷൻ വാൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ആക്സിസിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്നു. പറൈറ്റൽ പ്ലാസന്റേഷൻ ഓവറിയുടെ ഇന്നർ വാളിലാണ് ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് കാണുന്നത്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ പാർട്ടിഷൻ വാൾ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. സെൻട്രൽ ആക്സിസിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്നു. ബേസൽ പ്ലാസന്റേഷൻ ഓവറിയുടെ ബേസൽ പാർട്ടിലാണ് സിംഗിൾ ഓവ്യൂൾ അറേഞ്ച് ചെയ്യുന്നത്. 5 ടൈപ്പ് പ്ലാസന്റേഷന്റെയും പിക്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഫില്ലോടാക്സി ആൻഡ് വീനേഷൻ. ഫില്ലോടാക്സി അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ സ്റ്റെം ഓർ ബ്രാഞ്ചസ്. ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഫില്ലോടാക്സി എന്നറിയപ്പെടുന്നത്. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി സിംഗിൾ ലീഫ് അറ്റ് ഈച്ച് നോഡ് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് ഫില്ലോടാക്സി 2 ലീവ്സ് അറ്റ് ഈച്ച് നോഡ്. നെക്സ്റ്റ് വേൾഡ് ഫില്ലോടാക്സി മോർ ദാൻ 2 ലീവ്സ് അറ്റ് ഈച്ച് നോഡ്. ഈ പ്രത്യേകത ശ്രദ്ധിക്കുക. വീനേഷൻ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻ ഓർ വെയിൻലെറ്റ്സ് ഓൺ ലാമിന. വെയിൻസിന്റെയോ വെയിൻലെറ്റ്സിന്റെയോ അറേഞ്ച്മെന്റ് എന്നുള്ളതാണ്. 2 തരത്തിലാണ്. ഡൈക്കോട്ട് പ്ലാന്റ്സിൽ റെട്ടിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷൻ കാണുന്നത് മോണോക്കോട്ട് പ്ലാന്റ്സിലുമാണ്. വെയിൻസ് പാരലായിട്ട് അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നെക്സ്റ്റ് 5 റീജിയൻസ് ഓഫ് റൂട്ട്. സോൺ ഓഫ് റൂട്ട് ക്യാപ്പ്, സോൺ ഓഫ് മെരിസ്റ്റം, സോൺ ഓഫ് ഇലോങ്ങേഷൻ, സോൺ ഓഫ് റൂട്ട് ഹെയർ, സോൺ ഓഫ് മെച്ചുറേഷൻ. ഇത്രയും ഭാഗങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളതാണ്. ടൈപ്സ് ഓഫ് ഫ്ലവർ. പൊസിഷൻ ഓഫ് ഓവറി. ഓവറിയുടെ പൊസിഷൻ അനുസരിച്ച് ഫ്ലവേഴ്സിനെ 3ആയി തിരിച്ചിരിക്കുന്നു. ഓവറി സുപ്പീരിയർ ആണെങ്കിൽ ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്നാണ് പറയുന്നത്. അതായത് ഓവറുടെ പൊസിഷൻ ഹയസ്റ്റ് ലെവലിലാണ് മറ്റുള്ള ഫ്ലോറൽ വേൾഡ്സിനെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ. ഓവറി ഹാഫ് ഇൻഫീരിയർ, പ്ലം, റോസ്, പീച്ച് പോലുള്ള പ്ലാന്റ്സിലാണ് ഇത്തരത്തില് ഹാഫ് ഇൻഫീരിയർ ഓവറി കാണുന്നത്. അതായത് മറ്റുള്ള ഫ്ലോറൽ വേൾഡ്സിന്റെ അതേ ലെവലിൽ തന്നെയാണ് ഓവറിയുടെ പൊസിഷനും വരുന്നത്. ഓവറി ഇൻഫീരിയർ എപ്പിഗൈനസ് എന്നാണ് പറയുന്നത്. ഗോവ, കുക്കുംബർ തുടങ്ങിയ പ്ലാന്റ്സിലാണ് ഓവറുടെ പൊസിഷൻ ഇൻഫീരിയർ ആണ്. മറ്റുള്ള ഫ്ലോറൽ വേൾഡ്സ് എല്ലാം മുകളിലാണ് അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡ്രൂപ്പ് ആൻഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എന്താണ് ഡ്രൂപ്പ്? വൺ സീഡഡ് ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. മാംഗോയും കോക്കനട്ടുമാണ് ഇവിടെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ. ഇവിടെ ഒരു പെരികാർപ്പിന്റെ
3 ലെയറുകളാണ് ലേബൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഈ ലേബലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കുക. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരം ഫ്രൂട്ട് സീഡ്ലെസ് ആയിരിക്കും. ബനാനയാണ് നാച്ചുറൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നെക്സ്റ്റ്, മോണോകോട്ട് എംബ്രിയോയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എൻഡോസ്പേമും കോട്ടിലഡനും സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. അലിറോൺ ലെയർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്ലൂമ്യൂളിനെ കവർ ചെയ്ത ഷീത്ത് കോളിയോപ്റ്റൈൽ, റാഡിക്കലിനെ കവർ ചെയ്ത ഷീത്ത് കോളിയോറൈസ. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഒരേ ഒരു ഫാമിലിയാണ് സോളനേസ് പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ഇൻഫ്ലോറസൻസ് എക്സിലറി സൈം ടൈപ്പാണ്. ഫ്ലവർ ബൈസെക്ഷൽ ആക്ടിനോമോർഫിക് ആണ്. കാലിക്സ് കൊറോളയും 5 സെപ്പൽസ് 5 പെറ്റൽസ് വീതമാണ്. രണ്ടും ഫ്യൂസറാണ്. വാൽവേറ്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ആൻഡ്രിഷ്യം 5 സ്റ്റേമെൻസ് ആണ്. സ്റ്റേമെൻസ് പെറ്റലുമേൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എപ്പി പെറ്റലസ് എന്ന് പറയും. ഗൈനീഷ്യം ബൈകാർപ്പലറി സിൻകാർപ്പസ്. സുപ്പീരിയർ ഓവറിയാണ്. ആക്സൈൽ പ്ലാസന്റേഷനും ശ്രദ്ധിക്കാം. ഫ്രൂട്ട് ബെറി ഓർ ക്യാപ്സൂൾ 2 ടൈപ്പും ഈ ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. സീഡ് എൻഡോസ്പെർമസ് ആണ്. ഇതിലെ ഫ്ലോറൽ ഫോർമുല പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലോറൽ ഫോർമുല കൊടുത്ത് ഫാമിലി ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. ചില എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സും അതിൽ പ്രത്യേകം നോക്കണം. അതുപോലെ ഫ്ലോറൽ ഡയഗ്രവും. മെഡിസിനൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബെല്ലഡോണയും അശ്വഗന്ധയും. ഓർണമെന്റൽ പ്ലാന്റ് പെറ്റൂണിയ. ഫ്യൂമിഗേറ്ററി പർപ്പസ് ടുബാക്കോ. നെക്സ്റ്റ്, ആൻഡ്രീഷ്യം സിംഗിൾ ബണ്ടിലാണ് സ്റ്റേമെൻസ് കാണുന്നതെങ്കിൽ മോണോഡൽഫസ്, 2 ബണ്ടിലാണെങ്കിൽ ഡയഡൽഫസ്, മോർ ദാൻ 2 ബണ്ടിലാണെങ്കിൽ പോളിയഡൽഫസ് എന്നാണ് പറയുക. സ്റ്റേമെൻസ് പെറ്റലുമിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എപ്പി പെറ്റലസ് എന്ന് പറയും. ടൊമാറ്റോ, ബ്രിഞ്ചാൽ പോലുള്ള സോളനേസ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സിലാണ് ഇത്തരം പ്രത്യേകത. സ്റ്റേമെൻസ് പെരിയാന്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എപ്പിഫില്ലസ് എന്നാണ് പറയുക. ലില്ലി പോലുള്ള പ്ലാന്റ്സിലാണ് ഇത്തരത്തിലുള്ള കാണുന്നത്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇവിടെ ആദ്യം ഡിഫറൻറ്റ് വാസ്കുലാർ ബണ്ടിൽസ്. കൺജോയിന്റ് ഓപ്പൺ ബണ്ടിൽ. സൈലം ആൻഡ് ഫ്ലോയം ഇൻ സെയിം റേഡിയൈ. കാമ്പിയം പ്രസന്റ്. സൈലും ഫ്ലോയും ഒരേ റേഡിയസിൽ വരുന്നു. കാമ്പിയം പ്രസന്റും കൂടിയാണ്. ഇത്തരം ബണ്ടിലാണ് കൺജോയിന്റ് ഓപ്പൺ ബണ്ടിൽ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വരുന്ന വാസ്കുലാർ ബണ്ടിലാണിത്. നെക്സ്റ്റ്, കൺജോയിന്റ് ക്ലോസ്ഡ് ബണ്ടിൽ. സൈലം ആൻഡ് ഫ്ലോയം ഇൻ സെയിം റേഡിയൈ ബട്ട് കാമ്പിയം ആബ്സെന്റ്. ഇവിടെ കാമ്പിയം ആബ്സെന്റ് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. മോണോക്കോട്ട് സ്റ്റെമ്മിൽ വരുന്ന വാസ്കുലാർ ബണ്ടിലാണ്. നെക്സ്റ്റ്, റേഡിയൽ ബണ്ടിൽ. സൈലവും ഫ്ലോയവും സെപ്പറേറ്റ് റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂട്ടിൽ വരുന്ന ബണ്ടിലാണ് റേഡിയൽ ബണ്ടിൽ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഡൈക്കോട്ട് സ്റ്റെം. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്: ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലാർ ബണ്ടിൽ, ഹെട്രോജീനസ് കോർട്ടക്സ്, കൊള്ളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്, സ്റ്റാർച്ച് ഗ്രെയിൻസ് ഇൻ എൻഡോഡെർമിസ്, വാസ്കുലാർ ബണ്ടിൽ കൺജോയിന്റ് ഓപ്പൺ, സൈലം എൻഡാർച്ച്. ഇത്രയും ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, മോണോക്കോട്ട് സ്റ്റെം. ന്യൂമറസ് വാസ്കുലാർ ബണ്ടിൽസ്, സ്കാറ്റേഡ് അറേഞ്ച്മെന്റ്, സ്ക്ലീറൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്, വാസ്കുലാർ ബണ്ടിൽ കൺജോയിന്റ് ക്ലോസ്ഡ്, സൈലം എൻഡാർച്ച്, എൻഡോഡെർമിസ് പെരിസൈക്കിൾ ആൻഡ് പിത്ത് ആർ ആബ്സെന്റ്. ഇത്തരം ഫീച്ചേഴ്സ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഡൈക്കോട്ട് റൂട്ട്. റൂട്ട് ഹെയർ പ്രസന്റ്, ഹോമോജിനസ് കോർട്ടക്സ്, വാസ്കുലാർ ബണ്ടിൽസ് റേഡിയൽ, സൈലം എക്സാർച്ച്, 2 to 4 സൈലം ടെട്രാർച്ച് കണ്ടീഷൻ, പിത്ത് സ്മോൾ തുടങ്ങിയ ഫീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. മോണോക്കോട്ട് റൂട്ട്. റൂട്ട് ഹെയർ പ്രസന്റ്, ഹോമോജിനസ് കോർട്ടക്സ്, വാസ്കുലാർ ബണ്ടിൽസ് റേഡിയൽ, സൈലം പോളിയാർച്ച്, സൈലം എക്സാർച്ച്, പിത്ത് ലാർജ്. നെക്സ്റ്റ്, ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ് ഡിഫറൻസ്. ഡൈക്കോട്ട് ലീഫിലെ മോർ സ്റ്റൊമാറ്റോൺ അബാക്സിയൽ സൈഡ് ദാൻ അഡാക്സിയൽ സൈഡ്. കൂടുതൽ സ്റ്റൊമാറ്റോ ലോവർ സൈഡിലാണ് എന്നുള്ളത്. മോണോക്കോട്ട് ലീഫിലെ സ്റ്റൊമാറ്റോ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സൈഡ്സ്. അഡാക്സിയൽ സൈഡിലും അബാക്സിയൽ സൈഡിലും സ്റ്റൊമാറ്റോ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സൈഡ്സ്. അഡാക്സിയൽ സൈഡിലും അബാക്സിയൽ സൈഡിലും ഈക്വൽ നമ്പർ സ്റ്റൊമാറ്റോയാണ്. ഡൈക്കോട്ട് ലീഫിൽ അടുത്ത ഫീച്ചർ മീസോഫിൽ ടിഷ്യൂ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി പാരങ്കൈമ. അങ്ങനെയാണെങ്കിൽ മോണോക്കോട്ട് ലീഫിലെ മീസോഫിൽ ടിഷ്യൂ നോട്ട് ഡിഫറൻഷിയേറ്റഡ് എന്നുള്ളതാണ്. ഡൈക്കോട്ടിലെ ബുള്ളിഫോം സെൽസ് കാണുന്നില്ല. മോണോക്കോട്ട് ലീഫിലെ ഗ്രാസ് പോലുള്ള പ്ലാന്റ്സിലെ ബുള്ളിഫോം സെൽസ് പ്രസന്റ് ആണ്. ഡൈക്കോട്ട് ലീഫിനെ ഡോഴ്സി വെൻട്രൽ ലീഫ് എന്നും മോണോക്കോട്ട് ലീഫിനെ ഐസോ ബൈലാറ്ററൽ ലീഫ് എന്നും പറയാറുണ്ട്. നെക്സ്റ്റ്, ബുള്ളിഫോം സെൽസ്.
സ്പെഷ്യൽ സെൽസ് ഓൺ അപ്പർ എപ്പിഡെർമിസ് ഓഫ് ഗ്രാസ് ലീഫ്. പ്രധാനമായും എംറ്റി കളർലെസ് സെൽസ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻവേർഡ് കേളിംഗ് ഓഫ് ലാമിന ആൻഡ് പ്രിവെന്റ് വാട്ടർ ലോസ് ഡ്യൂറിംഗ് ഹോട്ട് അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ. നല്ല ചൂട് കാലാവസ്ഥയിലെ വാട്ടർ ലോസിനെ തടയാൻ അതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, കാസ്പെരിൻ സ്ട്രിപ്സ്. എൻഡോഡർമൽ വാൾസ് ഓഫ് റൂട്ട് തിക്കൻഡ്. റേഡിയൽ ഇന്നർ ടാൻജൻഷ്യൽ വാള് തിക്കൻഡ് ആണ്. ഇതിന് കാരണം ഡെപ്പോസിഷൻ ഓഫ് സുബ്രിൻ എന്ന പദാർത്ഥം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് അപ്പോപ്ലാസ്റ്റിക് വാട്ടർ മൂവ്മെന്റിനെ തടയുന്നു എന്നുള്ളതാണ്. സെൽ വാളിലൂടെയുള്ള മൂവ്മെന്റ് തടയുന്നു. എൻഡാർച്ച് എക്സേർച്ച് സൈലം. സ്റ്റെമിലാണ് എൻഡാർച്ച് കണ്ടീഷൻ. പ്രോട്ടോസൈലം ഫേസിംഗ് ടുവാർഡ്സ് പിത്ത് ആൻഡ് മെറ്റാസൈലം ടുവാർഡ്സ് പെരിഫറി. പ്രോട്ടോസൈലം പിത്ത് റീജിയനിലേക്കാണ്, സെൻട്രൽ പാർട്ടിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. റൂട്ടിലെ പ്രോട്ടോസൈലം ഫേസിംഗ് ടുവാർഡ്സ് പെരിഫറി ആൻഡ് മെറ്റാസൈലം ടുവാർഡ്സ് പിത്ത് റീജിയൻ. ഇവിടെ മെറ്റാസൈലമാണ് സെൻട്രൽ റീജിയനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. എക്സാർച്ച് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, സൈലത്തിലെ 4 എലമെന്റ്സ് ട്രക്കിഡ്, വെസല്, സൈലം പാരങ്കൈമ, സൈലം ഫൈബേഴ്സ്. ഫ്ലോയത്തിലെ 4 എലമെന്റ്സ് സീവ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം ഫൈബർ ആൻഡ് ഫ്ലോയം പാരങ്കൈമ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇവിടെ ആദ്യം മീസോസോം. ഇൻവാജിനേഷൻ ഓൺ സെൽ മെംബ്രെയിൻ ഓഫ് പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണുന്ന ഇൻവാജിനേഷനെയാണ് മീസോസോം എന്ന് പറയുന്നത്. 3 രൂപത്തിൽ കാണുന്നു: ലെമല്ല, ട്യൂബിള്, വെസിക്കിൾ. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഇതിനെന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. വാൾ ഫോർമേഷൻ, സെക്രീഷൻ, റെസ്പിറേഷൻ, ഇൻക്രീസ് സർഫസ് ഏരിയ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആണ്. പിലി ആൻഡ് ഫിംബ്രിയ. മൈന്യൂട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഹെൽപ്സ് ഇൻ DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയൽ സെൽ ടു അതർ. ഇതിനെ കോഞ്ചുഗേഷൻ എന്നാണ് വിളിക്കുന്നത്. കോഞ്ചുഗേഷൻ ട്യൂബാണ് പിലി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഫിംബ്രിയ. ബ്രിസ്റ്റൽ ലൈക്ക് structures present in some bacteria helps to attach host tissues and rock in streams called as fimbriae. അതിനെയാണ് ഫിംബ്രിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പിലിയും ഫിംബ്രിയും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രോകാരിയോട്ടിക് സെല്ലിലെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സെൽ മെംബ്രെയിൻ. യൂകാരിയോട്ടിക് സെൽ ബെസ്റ്റ് അക്സെപ്റ്റഡ് മോഡൽ ഫ്ലൂയിഡ് മൊസൈക് മോഡലാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. പ്രധാനമായിട്ടും ഫോസ്ഫോലിപ്പിഡ് ബൈലെയറും പ്രോട്ടീനും അടങ്ങുന്നതാണ്. പെരിഫറൽ പ്രോട്ടീനും ഇൻട്രൻസിക് പ്രോട്ടീനുമാണ് മുഖ്യമായിട്ടും ഉള്ളത്. ഇതിന് ക്വാസി ഫ്ലൂയിഡ് നേച്ചറാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഫ്രീ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻ ടേക്സ് പ്ലേസ് വിത്തിൻ ഓവറോൾ ലിപ്പിഡ് ബൈലെയർ. വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണിത്. പ്രധാന ഫംഗ്ഷൻസ്: ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ്, സിമ്പിൾ ഡിഫ്യൂഷൻ ന്യൂട്രൽ സൊല്യൂട്ടിന്റെയും ഓസ്മോസിസ് വാട്ടറിന്റെയും, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എനർജി ഉപയോഗിച്ചുള്ള ട്രാൻസ്പോർട്ടാണിത്. Na+K+ പമ്പും ഇതിന് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ്, റൈബോസോം 80s ടൈപ്പാണ് യൂകാരിയോട്ടിക് റൈബോസോം. പ്രോകാരിയോട്ടിക് റൈബോസോം 70s ടൈപ്പാണ്. ഇത് പ്രധാന ഫംഗ്ഷൻ വരുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. 2 സബ് യൂണിറ്റ് ആണ് പ്രധാനമായിട്ടും കാണുന്നത്. ലാർജർ സബ് യൂണിറ്റ് 60s സ്മോളർ സബ് യൂണിറ്റ് 40s ഇവിടെ ഒരു പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഗ്രിഗേഷൻ ഓഫ് റൈബോസോം ഓൺ mRNA സ്ട്രാൻഡ് കോൾഡ് ആസ് പോളിസോം ഓർ പോളി റൈബോസോം. റൈബോസോംസ് mRNA സ്ട്രാൻഡിൽ ഇങ്ങനെ ക്രമമായിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പോളിസോം എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ഓഫ് എ സെൽ. ഇവിടെ ATP പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നതുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും മൈറ്റോകോൺട്രിയ എയറോബിക് റെസ്പിറേഷന്റെ സൈറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മൈറ്റോകോൺട്രിയയുടെ പിക്ചർ ലാബിൽ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അതിലെ ക്രിസ്റ്റയും മാട്രിക്സും ഇന്നർ മെംബ്രെയിനും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പാണ്. ക്രോമോപ്ലാസ്റ്റ് കളേർഡ് ടൈപ്പാണ്. അതിൽ കരോട്ടിനും സാന്തഫിലുമാണ് മുഖ്യമായിട്ടും. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളേർഡ് ആണ്. അതിൽ കരോട്ടിനും സാന്തഫിലും ക്ലോറോഫിൽ മോളിക്യൂൾസും ഉൾപ്പെടുന്നതാണ്. ല്യൂക്കോപ്ലാസ്റ്റ് കളർലെസ് ടൈപ്പാണ്. അത് 3 ടൈപ്പാണത്. അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നു. ഇലായോപ്ലാസ്റ്റ് ഫാറ്റും ഓയിലും സ്റ്റോർ ചെയ്യുന്നു. അലിറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ്, എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഫംഗ്ഷൻസ് ഓഫ് സെൽ ഓർഗനൽസ് ആർ കോർഡിനേറ്റഡ് എന്നുള്ളതാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിലെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. എല്ലാ സെൽ ഓർഗനൽസിന്റെ ഫംഗ്ഷൻ കോർഡിനേറ്റഡ് വേയിലാണ് പോകുന്നത്. 4 പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്: എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, വാക്യൂൾ. നെക്സ്റ്റ്, RER SER ഡിഫറൻസ്. RER റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം,
റൈബോസോം പ്രസന്റ് എന്നുള്ളതാണ് പ്രത്യേകത. പ്രോട്ടീൻ സിന്തസിസുമാണ് ഇതിന്റെ ഫംഗ്ഷൻ. SER സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്നറിയപ്പെടും. റൈബോസോം ആബ്സെന്റ് എന്നുള്ളതാണ്. ലിപ്പിഡ് സിന്തസിസുമാണ് ഇതിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോമസോം. ക്രോമസോമിനെ 4ആയി തിരിച്ചിരിക്കുന്നു. മെറ്റാസെൻട്രിക് ഈക്വൽ ക്രോമാറ്റിഡ്സ് ആണ് ഇതിലുള്ളത്. സബ് മെറ്റാസെൻട്രിക് അണീക്വൽ ക്രോമാറ്റിഡ്സ് ആണ് ഇവിടെ വരുന്നത്. ആക്രോസെൻട്രിക് 2 ഷോർട്ട് 2 ലോങ് ആംസ് ഉള്ള ക്രോമസോംസ് ആണ് ആക്രോസെൻട്രിക്. ടീലോസെൻട്രിക് ടെർമിനൽ സെൻട്രോമിയർ ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതുകൂടാതെ ചില ക്രോമസോമിൽ സെക്കൻഡറി കൺസ്ട്രക്ഷന് മുകളിലായി ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ കാണാം. അതിനെ സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. ഇത്തരം ക്രോമസോമിന് സാറ്റ് ക്രോമസോം എന്നും അറിയപ്പെടും. നെക്സ്റ്റ്, ഡിഫറൻറ്റ് കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ വാൾഡ് സെൽ ഓർഗനൽ, സിംഗിൾ വാൾഡ് സെൽ ഓർഗനൽ, മെംബ്രെയിൻലെസ് സെൽ ഓർഗനൽ. മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ്, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്, ER തുടങ്ങിയവയെല്ലാം ഡബിൾ വാൾഡ് ആയിട്ടുള്ള സെൽ ഓർഗനിലാണ്, ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള സെൽ ഓർഗനിലാണ്. വാക്യൂൾ, ലൈസോസോം, മൈക്രോബോഡീസ് ഇതെല്ലാം സിംഗിൾ ലയേർഡ് ആണ്, യൂണിറ്റ് മെംബ്രെയിൻ ബൗണ്ട് ആണ്. മെംബ്രെയിൻലെസ് ആയിട്ടുള്ള സെൽ ഓർഗൻസ് ആണ് റൈബോസോം, സെൻട്രിയോൾ. മെംബ്രെയിൻ ആബ്സെന്റ് എന്നുള്ളതാണ്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇവിടെ ആദ്യം ഇന്റർഫേസിലെ വിവിധ ഘട്ടങ്ങൾ G1, S, G2, അതുപോലെ ഡിവിഷൻ ഫേസിലെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, സൈറ്റോകൈനസിസ്. അതിനുശേഷം G0 ഫേസും അവിടെ കാണിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഒരു സെൽ സൈക്കിളിൽ 95% ഇന്റർഫേസും 5% ഡിവിഷൻ ഫേസുമാണ് വരുന്നത്. നെക്സ്റ്റ്, ഇവന്റ്സ് ഓഫ് ഡിഫറൻറ്റ് ഫേസസ്. ഇന്റർഫേസിൽ ആദ്യം G1 ഫസ്റ്റ് ഗ്രോത്ത് ഫേസ്, RNAയും പ്രോട്ടീനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. S ഫേസ് DNA സിന്തസിസ് ന്യൂക്ലിയസിലും സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ സൈറ്റോപ്ലാസ്റ്റിലും നടക്കുന്നു. G2 സെക്കൻഡ് ഗ്രോത്ത് ഫേസ്, RNAയും പ്രോട്ടീന്റെയും സിന്തസിസ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡിവിഷൻ ഫേസിലെ പ്രോഫേസ്. ക്രോമസോം കണ്ടൻസ് ചെയ്യുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, ഗോൾഗി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മ റെട്ടിക്കുലം ഡിസപ്പിയേഴ്സ് എന്നുള്ളതാണ് പ്രോഫേസ് ഘട്ടത്തിൽ വരുന്ന ഇവന്റ്സ്. മെറ്റാഫേസ് ക്രോമസോം മാക്സിമം കണ്ടൻസേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ക്രോമസോം അറേഞ്ച്ഡ് അറ്റ് ഇക്വേറ്റർ. മാത്രവുമല്ല, സ്പിൻഡിൽ ഫൈബേഴ്സ് പോൾ റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ക്രോമസോമിന്റെ കൈനറ്റോകോർ റീജിയനിൽ അറ്റാച്ച് ചെയ്യുന്നു. അനാഫേസ് സെൻട്രോമിയർ സ്പ്ലിറ്റ്സ്, ക്രോമാറ്റിഡ്സ് മൂവ്സ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ്, അല്ലെങ്കിൽ ഡോട്ടർ ക്രോമസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടീലോഫേസ് 2 ഡോട്ടർ ന്യൂക്ലിയൈ അപ്പിയർ അറ്റ് ഓപ്പോസിറ്റ് പോൾസ്. അതുപോലെ ഐഡന്റിറ്റി ഓഫ് ക്രോമസോം ലോസ്റ്റ് ആൻഡ് ക്രോമസോം ബിക്കം ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നെക്സ്റ്റ്, സൈറ്റോകൈനസിസ്. എനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും 2 തരത്തിലാണ്. എനിമൽ സെല്ല് ഫറോ ഫോംഡ് ഇൻ സെൽ മെംബ്രെയിൻ, ഇറ്റ് മീറ്റ് അറ്റ് ദ സെന്റർ. പ്ലാന്റ് സെൽ മിഡിൽ ലെമല്ല ഫോംസ് ദ സെൽ പ്ലേറ്റ് ഇൻ ദ സെന്റർ ഓഫ് ദ സെൽ, ഇറ്റ് എക്സ്റ്റെൻഡ് ടുവാർഡ്സ് ലാറ്ററൽ വാൾസ്. അങ്ങനെ സൈറ്റോകൈനസിസ് നടക്കുന്നു എന്നുള്ളതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. 2 ഡോട്ടർ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ്, നോ ജനറ്റിക് വേരിയേഷൻ, റിപ്പയർ ലോസ്റ്റ് സെൽസ്, റീസ്റ്റോർ വോളിയം ഓഫ് ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. ഇവിടെ 4 പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, മിയോസിസ്. ഇതിലാദ്യം പ്രോഫേസ് 1 സബ്സ്റ്റേജസ്. ലെപ്റ്റോട്ടീൻ കണ്ടൻസേഷൻ ഒക്കർ, ക്രോമസോംസ് വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സൈഗോട്ടീൻ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഒക്കേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ്. അവിടെ ഈ പെയറിംഗ് പ്രോസസ്സിനെ സിനാപ്സിസ് എന്ന് പറയും. ക്രോമസോംസ് ബൈവാലന്റ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് കാണുന്നത്. പാക്കറ്റീൻ ക്രോസിംഗ് ഓവർ നടക്കുന്നു, എക്സ്ചേഞ്ച് ഓഫ് ക്രോമാറ്റിഡ്സ് ബിറ്റ്വീൻ 2 ഹോമോലോഗസ് ക്രോമസോംസ്. അതാണ് ക്രോസിംഗ് ഓവർ. റീകോമ്പിനേഷൻ നോഡുകൾ ഫോം ചെയ്യുന്നു. ടെട്രാഡ് സ്റ്റേജ് എല്ലാം ഈ പാക്കറ്റീൻ സ്റ്റേജിലാണ്. ഡിപ്ലോട്ടീൻ എക്സ് ഷേപ്ഡ് ക്രോമസോം അപ്പിയേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് കയാസ്മാറ്റ. സിനാപ്റ്റോമിൽ കോംപ്ലക്സ് ഡിസപ്പിയേഴ്സ് എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഡയാഗനസിസ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ ഒക്കേഴ്സ്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസ് തുടങ്ങിയവ ഡിസപ്പിയർ ചെയ്യുന്നു എന്നുള്ളതും ഡയാഗനസിസിന്റെ പ്രത്യേകതയാണ്, പ്രോഫേസ് സെന്റിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, അനാഫേസ് 1
സെപ്പറേഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം അനഫേസ് ടു സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോം എന്നുള്ളതാണ്. ആ പിക്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ പിക്ചേഴ്സ് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. Meiosis significance. 4 daughter cells are produced. Genetic variation. Chromosome number reduced to half. Important in evolution. അപ്പോൾ എവല്യൂഷനിൽ പ്രധാനപ്പെട്ട ഒരു സെൽ ഡിവിഷനാണ് മിയോസിസ്. സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഗാമേറ്റ് ഉണ്ടാകുന്ന സെൽ ഡിവിഷൻ കൂടിയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, G0 ക്വിസന്റ് സ്റ്റേജ്, ഇനാക്റ്റീവ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ സെൽസ് ഡു നോട്ട് പ്രോളിഫറേറ്റ്. അവിടെ സെൽ ഡിവിഷന് പ്രസക്തി കുറവാണ്. ബട്ട് ദേ ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് എന്നുള്ളതാണ്. കോശത്തിനുള്ളിലെ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. ഹാർട്ട് സെൽസ്, അഡൽട്ട് സെൽസ് ഇതെല്ലാം ക്വിസന്റ് സ്റ്റേജിലാണെന്ന് പറയാൻ കഴിയും. മൈറ്റോസിസ് ഇക്വേഷൻ ഡിവിഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 2 ഈക്വൽ ഡോട്ടർ സെൽസ് വിത്ത് സെയിം ജനറ്റിക് മേക്കപ്പ് ഓഫ് പാരന്റ് സെൽ. പാരന്റ് സെല്ലുമായി സിമിലാരിറ്റിയുള്ള ഡോട്ടർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്രോമോസോം നമ്പർ ഓഫ് പാരന്റ് സെൽ ഈക്വൽ ടു ക്രോമോസോം നമ്പർ ഓഫ് ഡോട്ടർ സെൽ എന്നുള്ളതും അതിലെ പ്രത്യേകതയാണ്. പാരന്റ് സെല്ല് 46 ക്രോമോസോംസ് ആണെങ്കിൽ ഡോട്ടർ സെല്ലും 46 ക്രോമോസോംസ് ആണ്. മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ വൈ? ക്രോമോസോം നമ്പർ റെഡ്യൂസ്ഡ് ടു ഹാഫ്. ക്രോമോസോം നമ്പർ പാരന്റ് സെല്ലിൽ നിന്ന് വ്യത്യസ്തമായി പകുതിയായിട്ട് കുറയുന്നു. ഇൻ ഹ്യൂമൻ സെൽ, ഡിപ്ലോയിഡ് സെൽ അണ്ടർഗോസ് മിയോസിസ്. 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ്, contains 23 chromosomes each. Photosynthesis in higher plants. ഇതിലാദ്യം C3 pathway or Calvin cycle. ഇതിലെ 3 സ്റ്റെപ്പുകൾ കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈം റുബിസ്കോ എന്നാണ് പറയുന്നത്. റിബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഈ സൈക്കിളിൽ വരുന്ന പ്രധാനപ്പെട്ട 2 കോമ്പൗണ്ടുകൾ, അതായത് പ്രൈമറി CO2 അക്സെപ്റ്റർ 5 കാർബൺ കോമ്പൗണ്ട് ആണ് RUBP. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട് 3PGA എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, C4 പാത്വേ ഓർ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ട്രോപ്പിക്കൽ പ്ലാന്റ്സ് നടക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആണ് C4 പാത്വേ. ഷുഗർ കെയിൻ, മെയ്സ് പോലുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രത്യേകത മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റും ബണ്ടിൽ ശുദ്ധി ക്ലോറോപ്ലാസ്റ്റും ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ ബണ്ടിൽ ശുദ്ധി ക്ലോറോപ്ലാസ്റ്റ് സെൻട്രിപീറ്റിലെ അറേഞ്ച്ഡാണ്, എഗ്രാനലാണ്. അത്തരം ക്ലോറോപ്ലാസ്റ്റ് അറേഞ്ച്മെന്റ് റീത്ത് ഷേപ്പാണ് അല്ലെങ്കിൽ റിംഗ് ഷേപ്പാണ്. അതിനെ ക്രാൻസ് അനാട്ടമി എന്നാണ് പറയുന്നത്. പ്രൈമറി CO2 അക്സെപ്റ്റർ ഇവിടെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ഒരു 3 കാർബൺ കോമ്പൗണ്ട്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓക്സലോഅസറ്റിക് ആസിഡ് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ്, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക്കിലെ ATP മാത്രം, നോൺ സൈക്ലിക്കിലെ ATP ആൻഡ് NADPH. സൈക്ലിക്കിലെ PS1 മാത്രം, നോൺ സൈക്ലിക്കിലെ PS1 ആൻഡ് PS2. സൈക്ലിക്കിലെ നോ ഓട്ടോ എവല്യൂഷൻ, നോൺ സൈക്ലിക്കിലെ ഓട്ടോ എവല്യൂഷൻ നടക്കുന്നു. സൈക്ലിക്കിലെ നോ ഫോട്ടോളിസിസ്, നോൺ സൈക്ലിക്കിലെ ഫോട്ടോളിസിസ് ഒക്കേഴ്സ്. ഇത്രയുമാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ്, ഫോട്ടോ റെസ്പിറേഷൻ. ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ്. C3 പ്ലാന്റ്സിലേതാണ്. ATP ഉപയോഗിക്കുന്നുവെങ്കിലും ATP ഷുഗേഴ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ RUBP ഓക്സിജനായി കമ്പൈൻ ചെയ്ത് ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റും ഫോസ്ഫോ ഗ്ലിസറേറ്റുമാണ് ഉണ്ടാകുന്നത്. ഇവിടെ റുബിസ്കോ എന്ന എൻസൈം ഓക്സിജനൈസ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. അതിലെ തൈലാക്കോഡുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒന്നിച്ച് ഗ്രാന എന്നാണ് പറയുന്നത്. കൂടാതെ ഇതെല്ലാം സ്ട്രോമയിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഓരോ ഗ്രാനയും കണക്ട് ചെയ്തിരിക്കുന്നത് സ്ട്രോമ ലെമല്ല കൊണ്ടാണ്. അതുപോലെ സ്റ്റാർച്ച് ഗ്രെയിൻസും ഇതിൽ കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ആക്സസറി പിഗ്മെന്റ്സ്. ക്ലോറോഫിൽ A ഒഴിച്ചുള്ള ബാക്കി എല്ലാ പിഗ്മെന്റ്സും ക്ലോറോഫിൽ B, സാന്തഫിൽ, കരോട്ടനോയിഡ്സ് തുടങ്ങിയവ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അബ്സോർബ് ലൈറ്റ് എനർജി ആൻഡ് ഹാൻഡ് ഓവർ ടു ക്ലോറോഫിലെ എന്നുള്ളതാണ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ പ്രൊട്ടക്ട് ക്ലോറോഫിലെ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. Out of many factors for a reaction, minimum value factor determine the rate of reaction. എല്ലാ ഫാക്ടേഴ്സും ഒപ്റ്റിമം കണ്ടീഷനിൽ ഉണ്ടായിരിക്കെ ഒരു ഫാക്ടർ കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് ആ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ അതിനെ
ലിമിറ്റിംഗ് ഫാക്ടർ എന്നാണ് പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഫോട്ടോസിന്തസിസ്. ഇവിടെ പ്രധാനമായിട്ടും ഇന്റേണൽ ഫാക്ടേഴ്സ് ഏജ് ഓഫ് ലീഫും എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ, അതുപോലെ ഇന്റേണൽ CO2 കോൺസെൻട്രേഷനും പറയാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ടെമ്പറേച്ചർ തുടങ്ങിയവയാണ്. നെക്സ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റ്സ്. ക്ലോറോഫിലെ ബ്ലൂ ഗ്രീൻ, ക്ലോറോഫിൽ ബി യെല്ലോ ഗ്രീൻ, സാന്തോഫിൽ യെല്ലോ, കരോട്ടീൻ യെല്ലോ ഓറഞ്ച്. ഇത്തരം പിഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് പേപ്പർ ക്രോമറ്റോഗ്രാഫിയാണ്. കെമിയോസ്മോസിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ ചെറിയൊരു ഐഡിയ ഇവിടെ കാണാൻ കഴിയും. അവിടെ NAD റിഡ്യൂസ് ചെയ്ത് NADPH ആയിട്ട് മാറുന്നു. അധികമുള്ള പ്രോട്ടോൺസ് ലൂമൻ സൈഡിൽ നിന്ന് സ്ട്രോമ സൈഡിലേക്ക് പ്രോട്ടോൺ ചാനലിലൂടെ ഒഴുകുന്നു. അങ്ങനെ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഉണ്ടാകുന്നത് ഈ പറയുന്ന CF1 ഹെഡിൽ വെച്ചിട്ടാണ്. ATP സിന്തേസിന്റെ പ്രസൻസിലാണ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ലീഡ്സ് ടു ATP പ്രൊഡക്ഷൻ. നെക്സ്റ്റ്, C4 plants are photosynthetically efficient than C3 plants. Why? Wasteful process called photorespiration not occur in C4 plants. അതാണ് അതിന്റെ പ്രത്യേകത. വേസ്റ്റബിൾ പ്രോസസ്സ് നടക്കുന്നില്ല. ഇന്റേണൽ CO2 കോൺസെൻട്രേഷൻ ഹൈ ഇൻ C4 പ്ലാന്റ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ C4 പ്ലാന്റ്സിലെ ഹൈ ആകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഫോട്ടോ റെസ്പിറേഷനുള്ള സാധ്യതയില്ല. നെക്സ്റ്റ്, റെസ്പിറേഷൻ. ആദ്യം റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനെ കുറിച്ചാണ്. സബ്സ്റ്റൻസ് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അത്തരം പദാർത്ഥങ്ങളെയാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് തുടങ്ങിയവ. എയറോബിക് റെസ്പിറേഷൻ ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷനിൽ ഓക്സിജന്റെ പ്രസൻസിലാണ് മോർ എനർജി റിലീസ് ചെയ്യുന്നു എന്നുള്ളതും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നു. ഇത് പ്രധാനമായിട്ടും സൈറ്റോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയലും വെച്ചാണ് പൂർത്തിയാവുന്നത്. എനൈറോബിക് റെസ്പിറേഷനിൽ ഓക്സിജന്റെ ആബ്സെൻസിലാണ് ലെസ് എമൗണ്ട് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. പ്രൊഡക്ട്സ് കാർബൺ ഡൈ ഓക്സൈഡും എഥനോളുമാണ്. ആൽക്കോളിക് ഫെർമെന്റേഷൻ ആണെങ്കിൽ അതുപോലെ സൈറ്റോപ്ലാസ്റ്റിൽ മാത്രമാണ് ഈ റിയാക്ഷൻ പൂർത്തിയാവുന്നത്. നെക്സ്റ്റ്, ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസ് അണ്ടർഗോസ് പാർഷ്യൽ ഓക്സിഡേഷൻ ടു ഫോം 2 molecules ഓഫ് പൈറുവിക് ആസിഡ്. ഗ്ലൂക്കോസിൽ നിന്ന് 2 molecule പൈറുവിക് ആസിഡ് ഓക്സിജന്റെ ആബ്സെൻസിൽ ഉണ്ടാവുകയാണ്. ഇത് സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. ഇവിടെ നെറ്റ് ഗെയിൻ ഓഫ് ATP 8 molecules ആണ്. നെക്സ്റ്റ്, ആൽക്കോളിക് ഫെർമെന്റേഷൻ. ഈസ്റ്റിന്റെ പ്രസൻസ് നടക്കുന്ന ഈ റിയാക്ഷനിലെ പ്രധാനമായിട്ടുണ്ടാകുന്ന 2 പ്രൊഡക്റ്റാണ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും. ഇതൊരു എനൈറോബിക് പ്രോസസ്സ് കൂടിയാണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ലാക്ടോബാസിലസിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. പ്രൊഡക്റ്റ് ലാക്റ്റിക് ആസിഡ്. ഇതൊരു അനൈറോബിക് പ്രോസസ്സും തന്നെയാണ്. നെക്സ്റ്റ്, ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് സൈക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലോരോ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. പൈറുവിക് ആസിഡ് ഓക്സിഡേറ്റ് ടു ഡീകാർബോക്സിലേഷന്റെ ഭാഗമായി അസറ്റൈൽ കോഎൻസൈമായിട്ട് മാറുകയാണ്. 2 കാർബൺ ആറ്റമുള്ള മോളിക്യൂളായിട്ട് മാറുകയാണ്. ഈ അസറ്റൈൽ കോഎൻസൈം ഓക്സലോഅസറ്റിക് ആസിഡായി കമ്പൈൻ ചെയ്യുന്നു. അവിടെ സിട്രേറ്റ് സിന്തേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത്. 6 കാർബൺ ആറ്റമുള്ള സിട്രിക് ആസിഡ് വീണ്ടും ഡീകാർബോക്സിലേഷൻ നടന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആവുന്നു. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് വീണ്ടും ഡീകാർബോക്സിലേഷൻ നടന്ന് സക്സിനിൽ കോൻസൈം ഉണ്ടാവുന്നു. തുടർന്ന് സക്സിനിക് ആസിഡ് ഫോം ചെയ്യാണ്. ഈ സക്സിനിക് ആസിഡ് പിന്നീട് മാലിക് ആസിഡ് ആവും. തുടർന്ന് ഓക്സലോഅസറ്റിക് ആസിഡ് ആവും. ഇത്തരം സൈക്കിളാണ് ഇവിടെ ക്രബ് സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും ഹാൻസ് ക്രബ് ആണ് ഈ സൈക്കിള് കണ്ടുപിടിച്ചത്. മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സ് നടക്കുന്ന റിയാക്ഷനാണ് ക്രബ്സ് സൈക്കിൾ. നെക്സ്റ്റ്, ആംഫിബോളിക് പാത്വേ. കാറ്റബോളിസവും ആനബോളിസവും ഉൾപ്പെടുന്ന റെസ്പിറേറ്ററി പാത്വേനെയാണ് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. ഇവിടെ കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഓക്സിഡേഷൻ നടന്ന് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആകെ മാറുന്നു. ഈ ഫാറ്റി ആസിഡ് അസറ്റൈൽ കോഎൻസൈമായിട്ട് മാറുകയാണ്. ഇനി ആനാബോളിസം വരുന്നത് ബോഡിയിൽ ഫാറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോൾ അസറ്റൈൽ കോഎൻസൈമെ റെസ്പിറേറ്ററി പാത്വേ എടുക്കുന്നു, ഫാറ്റിന്റെ സെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് ആനാബോളിസം ആകുന്നു. അപ്പോൾ കാറ്റബോളിസം ആനാബോളിസം വരുന്നതുകൊണ്ട് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നു. നെക്സ്റ്റ്, RQ റെസ്പിറേറ്ററി കോഷ്യന്റ്. വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് എന്നുള്ളതാണ്. ഇവിടെ ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന്റെയും റെസ്പിറേറ്ററി കോഷ്യന്റ് കൊടുത്തിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് വാല്യൂ 1, ഫാറ്റ് വാല്യൂ 0.7, പ്രോട്ടീൻ വാല്യൂ 0.9.
നെക്സ്റ്റ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. മൈറ്റോകോൺട്രിയയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോസ്ഫോറിലേഷൻ റിയാക്ഷനാണ്. ഡ്യൂറിംഗ് മൈറ്റോകോൺട്രിയൽ ഓക്സിഡേഷൻ, വെൻ ഇലക്ട്രോൺ പാസസ് ത്രൂ ETS, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, high proton concentration occur in intermembrane space than matrix of mitochondria. മൈറ്റോകോൺട്രിയയുടെ ഇന്റർമെംബ്രെയിൻ സ്പേസിലെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുകയാണ്. മാട്രിക്സിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രോട്ടോൺസ് ഇന്റർമെംബ്രെയിൻ സ്പേസിലാണ്. ഇതിനെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്നാണ് പറയുക. ബാക്ക് ഫ്ലോ ഓഫ് പ്രോട്ടോൺ ഒക്കർ ത്രൂ പ്രോട്ടോൺ ചാനൽ. പ്രോട്ടോൺ ചാനലിലൂടെ മാട്രിക്സിലേക്ക് ഇത്തരം പ്രോട്ടോൺസ് ഫ്ലോ ചെയ്യുന്നു. തുടർന്ന് ഒരു പ്രോട്ടോൺ പെയർ വരുമ്പോൾ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുകയാണ്. ഇതിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നെറ്റ് ഗെയിൻ ഓഫ് ATP. ഗ്ലൈക്കോളിസിസിൽ 8 ATP ആണ്. എയറോബിക് റെസ്പിറേഷൻ 36 ATP, അനൈറോബിക് റെസ്പിറേഷൻ 2 ATP. നെക്സ്റ്റ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ETS. 5 കോംപ്ലക്സുകളാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നത്. അത് പ്രധാനമായും ഓപ്പറേറ്റ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ തന്നെയാണ്. ഈ 5 കോംപ്ലക്സുകൾ ഏതെല്ലാമാണ്? NADH ഡീഹൈഡ്രോജനേസ്, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്, സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, അതുപോലെ സൈറ്റോക്രോം AA3 കോംപ്ലക്സ്, ATP സിന്തേസ് കോംപ്ലക്സ്. ഇത്രയുമാണ് ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇവിടെ ഫേസസ് ഓഫ് ഗ്രോത്ത് 3 ഘട്ടങ്ങളാണ്. ഫേസ് ഓഫ് മെരിസ്റ്റം, ഫേസ് ഓഫ് ഇലോങ്ങേഷൻ, ഫേസ് ഓഫ് മെച്ചുറേഷൻ. ഈ 3 ഘട്ടങ്ങളാണ് ഗ്രോത്തിന്റെ വിവിധ ഘട്ടങ്ങളായിട്ട് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂട്ടിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് ലേബിൾ ചെയ്തിരിക്കുന്നതെന്ന് പ്രത്യേകം നോക്കുക. ഗ്രോത്ത് റേറ്റ്. ഇൻക്രീസ്ഡ് ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈം. 2 ഗ്രോത്ത് റേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അരിത്തമെറ്റിക്കും ജോമെട്രിക്കും. അരിത്തമെറ്റിക് ഗ്രോത്തിൽ ഫോളോവിംഗ് മൈറ്റോട്ടിക് ഡിവിഷൻ, 1 സെൽ ഡിഫറൻഷിയേറ്റ്സ് ആൻഡ് മെച്ചർ, അതർ സെൽ ഡിവൈഡ്സ്. ഒരു സെല്ല് മെച്ചർ ആവുന്നു, മറ്റൊരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നു. ഇത് തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. ജോമെട്രിക് ഗ്രോത്തിൽ ഫോളോവിംഗ് മൈറ്റോട്ടിക് ഡിവിഷൻ, സെൽ ഡിവിഷൻ കണ്ടിന്യൂസ് എന്നുള്ളത് തന്നെയാണ്. അരിത്തമെറ്റിക് ഗ്രോത്തിലെ ഗ്രാഫ് ലീനിയർ കർവായിട്ട് കാണിച്ചിരിക്കുന്നു. അവിടെ ഇക്വേഷൻ ഉണ്ട്, LT=L0 + RT. ഇനീഷ്യൽ ലെങ്ത് ആണ് L0, LT ഒരു പ്രത്യേക ടൈം ഇന്റർവെല്ല്, R ഗ്രോത്ത് റേറ്റ്, T ടൈം. ജോമെട്രിക് ഗ്രോത്തിലെ ഗ്രാഫ് കൊടുത്തിരിക്കുന്നു. ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്, സ്റ്റേഷണറി ഫേസ് ഉൾപ്പെടുന്ന സിഗ്മോയിഡ് കർവാണ്. അവിടെ S ഷേപ്ഡ് കർവ് എന്നാണ് പറയുന്നത്. അവിടെയും ഒരു ഇക്വേഷൻ ഉണ്ട്, W1 W0 e⁻RT. W1 ഫൈനൽ സൈസ്, W0 ഇനീഷ്യൽ സൈസ്, R ഗ്രോത്ത് റേറ്റ്, E ബേസ് ഓഫ് നാച്ചുറൽ ലോഗരിതം, T ടൈം. W1 W0 e⁻RT എന്ന ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ. ഇവിടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ടിഷ്യൂസ് ലോസ് പവർ ഓഫ് ഡിവിഷൻ, ബിക്കം പെർമനന്റ് ടിഷ്യൂസ്. ഡിവൈഡ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ട് അത് പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് മാറുകയാണ്. ഇതാണ് ഡിഫറൻസിയേഷൻ. ഫോർമേഷൻ ഓഫ് പാരൻകൈമ, കൊളൻകൈമ, സൈലം തുടങ്ങിയെല്ലാം ഡിഫറൻസിയേഷനിലാണ് വരുന്നത്. ഡീഡിഫറൻസിയേഷൻ, ടിഷ്യൂസ് റീഗെയിൻ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. ഡിവൈഡ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ട ടിഷ്യൂസ് എല്ലാം ഡിവിഷൻ പവർ വീണ്ടെടുക്കുകയാണ്. ഫോർമേഷൻ ഓഫ് വാസ്കുലാർ കാമ്പിയം ആൻഡ് കോർക്ക് കാമ്പിയം. നെക്സ്റ്റ്, റീഡിഫറൻസിയേഷൻ, ടിഷ്യൂസ് ആർ അഗെയിൻ ഡിഫറൻഷിയേറ്റഡ്. അതായത് വീണ്ടും ഡിഫറൻസിയേഷൻ നടക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പ്രധാനമായിട്ടും വാസ്കുലാർ കാമ്പിയത്തിൽ നിന്ന് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാകുന്നു. കോർക്ക് കാമ്പിയത്തിൽ നിന്ന് ഫെല്ലം, ഫെല്ലോഡയം, കോർക്ക് ടിഷ്യൂസ് പോലുള്ളതെല്ലാം ഉണ്ടാകുന്നു. ഇതാണ് റീഡിഫറൻസിയേഷൻ. നെക്സ്റ്റ്, ഡെവലപ്മെന്റ്. എന്താണ് ഡെവലപ്മെന്റ്? സം ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. സീഡ് ജെർമിനേഷൻ മുതൽ സെനസെൻസ് വരെയുള്ള, ഏജിംഗ് വരെയുള്ള കാലഘട്ടമാണ് ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്ലാസ്റ്റിസിറ്റി പഠിക്കാനുണ്ട്. സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ പ്ലാന്റ് ഇൻ റെസ്പോൺസ് ടു ഡിഫറൻറ്റ് എൻവിറോൺമെന്റൽ കണ്ടീഷൻസ്. ഡിഫറൻറ്റ് കണ്ടീഷൻസിൽ പ്ലാന്റ് പാർട്സിൽ ഉള്ള മാറ്റങ്ങളാണ് ഇവിടെ പ്ലാസ്റ്റിസിറ്റി എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ ഹെട്രോഫിലിയാണ്. ഇവിടെ കോട്ടൺ, കൊറിയാൻഡർ, ലാർക്സ്പർ പോലുള്ള പ്ലാന്റ്സിൽ ജുവനൽ ലീഫ് അഡൽട്ട് ലീഫിൽ നിന്നും ആകൃതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. വാട്ടർ പ്ലാന്റ് ആയിട്ടുള്ള ബട്ടർ കപ്പിൽ 2 തരം ലീഫാണ് ഒരേ പ്ലാന്റിൽ കാണിക്കുന്നത്. സബ്മർജ്ഡ് ലീഫ് ഡിസെക്റ്റഡും ഏരിയൽ ലീഫ് നോർമൽ ഷേപ്പുമാണ്. ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് എന്ന 2 ഫാക്ടേഴ്സാണ്
എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും ഇൻട്രിൻസിക് ഫാക്ടേഴ്സും. ഇവിടെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ലൈറ്റ്, ടെമ്പറേച്ചർ തുടങ്ങിയവയാണ്. ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇൻട്രാസെല്ലുലാർ ഫാക്ടേഴ്സ് ഇവിടെ ജീൻ ലെവലുള്ള കൺട്രോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രാസെല്ലുലാർ ഫാക്ടേഴ്സ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, PGRS, പ്ലാന്റ് ഹോർമോൺസ് ആണ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, പ്ലാന്റ് ഹോർമോൺസ്. പ്രധാനപ്പെട്ട പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്സിൻ. ഇവിടെ നാച്ചുറൽ ഓക്സിൻ ഇൻഡോൾ അസറ്റിക് ആസിഡ്, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്. സിന്തറ്റിക് ഓക്സിൻ നാഫ്തലിൻ അസറ്റിക് ആസിഡ്, 2,4-D 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്? റൂട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അപ്പിക്കൽ ഡോമിനൻസ്, പാർത്തനോകാർപ്പി, പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് ഇൻ ഏർലി സ്റ്റേജ്, ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ, ഗാർഡനേഴ്സ് പ്രിഫർ ചെയ്യുന്നു വീഡ് ഫ്രീ ലോൺസ് ക്രിയേറ്റ് ചെയ്യാൻ. അതുപോലെ ഡീകാപ്പിറ്റേഷൻ ഓഫ് പീറ്റിയോൾ എന്ന് പറയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ടീ പ്ലാന്റേഷനിലും ഹെഡ്ജ് മേക്കിങ്ങിലുമാണ്. ഇത്രയും ആണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. മാത്രമല്ല സൈലന്റ് ഡിഫറൻസിയേഷനെയും കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജിബർലിൻസ് GA3 കണ്ടുപിടുത്തം ജപ്പാനിലെ റൈസ് പ്ലാന്റ്സിലെ ഫൂളിഷ് സീഡ്ലിംഗ് ഡിസീസ് വന്നപ്പോഴാണ്. ജിബർല ഫ്യൂജിക്കുറ എന്ന ഫംഗസ് ആണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഇൻക്രീസ് സ്റ്റെം ലെങ്ത് ഓഫ് ഷുഗർ കെയിൻ, ബോൾട്ടിംഗ്, സ്പീഡപ്പ് മാൾട്ടിംഗ് പ്രോസസ് ഇൻ ബ്രീവിംഗ് ഇൻഡസ്ട്രി, ഇംപ്രൂവ് ഷേപ്പ് ഓഫ് ആപ്പിൾ, ഡിലേ ഫ്രൂട്ട് സെനസൻസ്, ഏർലി സീഡ് പ്രൊഡക്ഷൻ ഇൻ കോണിഫേഴ്സ് തുടങ്ങിയവയെല്ലാം ജിബർലിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ പെടുന്നവയാണ്. നെക്സ്റ്റ്, സൈറ്റോകൈനിൻസ്. നാച്ചുറൽ സൈറ്റോകൈനിൻസ് എന്നറിയപ്പെടുന്നത് സിയാറ്റിൻ ആണ്. കോൺ കെണൽസ് നിന്നും കോക്കനട്ട് മിൽക്കിൽ നിന്നുമാണ് ഇവ കിട്ടുന്നത്. ഹെറിംഗ് സ്പേം DNA നിന്നാണ് ആദ്യമായിട്ട് സൈറ്റോകൈനിൻ കണ്ടുപിടിക്കുന്നത്. ഓട്ടോക്ലേവ്ഡ് ഹെറിംഗ് സ്പേം DNA. പ്രധാനമായിട്ടും ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ലീവ്സ്, ക്ലോറോപ്ലാസ്റ്റ് ഇൻ ലീവ്സ്, ലാറ്ററൽ ആൻഡ് അഡ്വെന്റിഷ്യസ് ഷൂട്ട് ഫോർമേഷൻ, ഓവർകം അപ്പിക്കൽ ഡോമിനൻസ്, പ്രൊമോട്ട് ന്യൂട്രിയൻ മൊബിലൈസേഷൻ. നെക്സ്റ്റ്, എഥിലീൻ. എത്തഫോൺ എന്ന രൂപത്തിലാണ് എഥിലീൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഒരേ ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ എന്നാണ് അറിയുന്നത്. ഹോർസോണ്ടൽ ഗ്രോത്ത്, അപ്പിക്കൽ ഹൂക്ക് ഫോർമേഷൻ, സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ഡ്യൂറിംഗ് സീഡ് ജെർമിനേഷൻ, ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ട് സെറ്റ് ഇൻ പൈനാപ്പിൾ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ സെനസെൻസിനും എബ്സിഷനെയും പ്രൊമോട്ട് ചെയ്യുന്നു. ഫ്രൂട്ട് റൈപ്പനിങ് ആൻഡ് റെസ്പിറേറ്ററി ക്ലൈമാക്റ്റിക് റെസ്പിറേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ബ്രേക്ക് ബഡ് ആൻഡ് സീഡ് ഓർമെന്റ്സ് ഇൻ പീനട്ട് ആൻഡ് പൊട്ടാറ്റോ, പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ. ഇന്റർനോഡൽ ഇലോങ്ങേഷൻ ഇൻ ഡീപ്പ് വാട്ടർ റൈസ് പ്ലാന്റ്സ് മാംഗോയിൽ ഫ്ലവറിംഗിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റൂട്ട് ഗ്രോത്ത് ആൻഡ് റൂട്ട് ഹെയർ ഫോർമേഷൻ ഇതെല്ലാം എഥിലീന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ്, ആബ്സിസിക് ആസിഡ് ABA എന്നറിയപ്പെടും. പ്രൊമോട്ട് അബ്സിഷൻ ആൻഡ് ഡോർമൻസി, ഇൻഹിബിറ്റ് പ്ലാന്റ് മെറ്റാബോളിസം ആൻഡ് സീഡ് ജെർമിനേഷൻ, സ്റ്റിമുലേറ്റ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. അതുകൊണ്ട് തന്നെ സ്ട്രെസ് പീരീഡിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടും. മറ്റൊന്ന് ആന്റിജിബർലിൻ എന്നറിയപ്പെടുന്ന ഹോർമോൺ കൂടിയാണ്. ജിബർലിൻ പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി എല്ലാം തടയുന്നു എന്നുള്ളതാണ്. ആക്ട് ആസ് അന്റാഗോണിസ്റ്റിക് ടു GA3. Conditions for growth. Water. Due to turgidity, plant parts can keep normal shape. Second, oxygen. Release metabolic energy. Third, nutrients. Synthesis of protoplasm and source of energy. ഈ 3 കണ്ടീഷൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ലൈറ്റും ഗ്രാവിറ്റിയും ഗ്രോത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. +1 ബോട്ടണിയിലെ സിലബസ് മിക്കവാറും എല്ലാം പൂർത്തിയായിരിക്കുന്നു. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ